നമസ്കാരം. മെഡി ടോക്ക് ട്യൂസ്ഡേ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു കുതിച്ചുകയറ്റം അത് നമ്മുടെ ചികിത്സാ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി. ഒരു സ്ത്രീയെ അമ്മ എന്നൊരു വ്യക്തിത്വം നൽകുന്നത് ഗർഭാശയം, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് അവയവങ്ങൾ ഇവയൊക്കെയാണ്. കാരണം അടുത്തൊരു തലമുറയെ സമ്മാനിക്കുന്നതാണ് അവിടെ. എന്നാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള അവയവങ്ങൾക്കും അല്ലെങ്കിൽ ഗർഭപാത്രത്തിനും ഉണ്ടാകുന്ന തകരാറുകൾ, പ്രയാസങ്ങൾ, ഇത് എല്ലാ കാലത്തും എല്ലാവരെയും അലട്ടിയിട്ടുള്ള ഒന്നാണ്. ഇവിടെയാണ് ചികിത്സാരംഗത്തെ പുതിയ മുന്നേറ്റം, ലാപ്രോസ്കോപ്പി സർജറി, ഇതിൻ്റെയൊക്കെ ഒരു പ്രയോജനം വരുന്നത്. ഇന്ന് മെഡി ടോക്ക് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്: ഗർഭപാത്ര രോഗങ്ങളും താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും. നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് കരുനാഗപ്പള്ളി SBM ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറും വളരെ പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ബിജു പരമേശ്വരനാണ്. ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ മെഡി ടോക്ക് ട്യൂസ്ഡേ ലൈവിലേക്ക്. ഡോക്ടർ, വളരെ പുതുമയൊന്നുമില്ലാത്തൊരു ചോദ്യമാണ്, പക്ഷേ എന്നാൽ പോലും എല്ലാ കാലത്തും ആൾക്കാരെ അലട്ടിയിരുന്ന ഒരു പ്രയാസവും രോഗവും ഒക്കെയാണ് ഗർഭാശയ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ. പക്ഷേ ഇത്രയും കാലത്തെ അങ്ങയുടെ ഒരു പ്രാക്ടീസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്കാണെങ്കിലും മനസ്സിലാക്കാവുന്ന ചില അപായ സൂചനകൾ, ചില ലക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒരു സ്ത്രീക്ക് ഗർഭപാത്ര സംബന്ധമായി പ്രോബ്ലം ഉണ്ട് എന്ന് അവർക്ക് സ്വയം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒന്ന്, അമിതമായ മാസമുറ സമയത്ത് അമിതമായ രക്തസ്രാവം, അതാണ് ഇപ്പോൾ ആദ്യമായി കാണുന്ന ചില. രണ്ടാമത്, മാസമുറ സമയത്ത് അമിത വേദന. പിന്നെ അകാരണമായി അടിവയറ് വീർത്തു വരിക, സൈസ് വലുതാവുക. പിന്നെ ഹസ്ബൻഡുമായിട്ട് ഭർത്താവിനോട് താമസിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ബന്ധപ്പെടുന്ന സമയത്ത് അമിതമായ വേദന. പിന്നെ മാസമുറ നിന്ന സ്ത്രീകളാണെങ്കിൽ മാസമുറ നിന്നതിന് ശേഷമുള്ള അമിതമായ ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ്. അതായത് മാസമുറ നിന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് യാതൊരു കാരണവശാലും ബ്ലീഡിങ് വന്നുകൂടാത്തതാണ്. അപ്പോൾ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുക, ഇവയെല്ലാം ഒരു സ്ത്രീക്കിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് പ്രോബ്ലം ഉണ്ട്. പിന്നെ അമിതമായ വെള്ളവോക്ക്, അതായത് കൊഴുത്തതും അമിതമായ വാടയുള്ളതുമായ രീതിയിലുള്ള ഡിസ്ചാർജ് പോക്ക്, ഇവയെല്ലാം ഒരു സ്ത്രീക്ക് അവരുടെ ഗർഭപാത്ര സംബന്ധമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നിൽക്കുന്ന കാര്യങ്ങളാണ്, സ്വയം മനസ്സിലാക്കിയെടുക്കുക. ഇപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, കോമൺ ആയിട്ട് നമുക്ക് സംശയിക്കാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഈ അമിത രക്തസ്രാവം, അമിത വേദന എന്നിവയുണ്ട്. പിന്നെ അടിവയറ്റിൽ ചാടിയിരിക്കുക ഇവയുണ്ടെങ്കിൽ ഗർഭപാത്ര സംബന്ധമായ മുഴകളോ അണ്ഡാശയ സംബന്ധമായ മുഴകളോ എന്തെങ്കിലും ആവാം അതിനൊരു കാരണം. പിന്നെ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രവും അണ്ഡാശയവും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള അവയവങ്ങളിലൂടെ കയറി ഒട്ടിപ്പിടിക്കുക. ഇവയാണ് സ്ത്രീകൾ കോമൺ ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ക്യാൻസറിൻ്റെ കൂടുതലാണ് സ്ത്രീകളിൽ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അത് നമുക്കൊരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. ഇപ്പം ഇവിടെ നമ്മൾ ചികിത്സാ രംഗത്തുണ്ടായിട്ടുള്ള ഒരു വലിയൊരു നേട്ടം തന്നെയാണ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഓവർ ദി ഇയേഴ്സ്, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു 10, 12, 14 വർഷം വരെ മാക്സിമം എടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഇതിന് ഒരുപാട് അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ലാപ്രോസ്കോപ്പി സർജറി അറിയാത്ത ആളുകളുടെ അടുത്ത് ആൾക്കാർ പോവാത്ത രീതിയിലൊക്കെ ആയി കാര്യങ്ങൾ. പക്ഷേ ഇപ്പോഴും കറക്റ്റ് ഒരു ഡിമാർക്കേറ്റിംഗ് ലൈൻ ഉണ്ടോ? ചില കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ സർജറിക്ക് പോവാം, ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് ലാപ്രോയ്ക്ക് പോവാം, അങ്ങനെ ഉണ്ടോ? അതോ എല്ലാ ശസ്ത്രക്രിയകളും നമുക്ക് ലാപ്രോ തന്നെ ചെയ്യാൻ പറ്റുമോ? 99.9% ശസ്ത്രക്രിയകൾ ഇപ്പോൾ താക്കോൽ ദ്വാര ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യാൻ നോക്കും. ഇൻക്ലൂഡിങ് സ്ത്രീകളുടെ ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങളല്ലാതെ ഈവൻ തലച്ചോറിനകത്തുള്ള ന്യൂറോ സർജറി ശസ്ത്രക്രിയ താക്കോൽ ദ്വാരം വഴി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാർഡിയാക് ബൈപ്പാസുകൾ വരെ താക്കോൽ ദ്വാരം വഴി ചെയ്യുന്നുണ്ട്. അത്ര സയൻസ് അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ്. പിന്നെ ഏത് പേഷ്യൻ്റ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ പോകണം, ഓപ്പൺ സർജറിക്ക് പോകണം എന്നിവ അതാ കേസ് ഡിപ്പെൻഡ് ചെയ്തതാണ്. പറഞ്ഞല്ലോ, ഒരുമാതിരി ഇപ്പോൾ 99.9% കേസിൽ നമുക്ക് ചെയ്യാൻ ഒക്കും. പിന്നെ ഏതൊക്കെ കേസുകൾ ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ളത് ചിലത് അനസ്തീഷ്യ, അതായത് ഇപ്പോൾ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയിൽ നമ്മൾ പൂർണ്ണമായും മയക്കുന്ന ജനറൽ അനസ്തീഷ്യയിലാണ് കൂടുതലധികം കേസുകളും ചെയ്യുന്നത്. ചില പേഷ്യൻ്റ് അനസ്തീഷ്യ ടോളറേറ്റ് ചെയ്യാൻ ഒക്കാത്ത പേഷ്യൻസ്, ജനറൽ അനസ്തീഷ്യ ടോളറേറ്റ് ചെയ്യാൻ ഒക്കാത്ത പേഷ്യൻസ്, പൂർണ്ണമായും ഹൈ റിസ്ക്, വളരെയധികം ഹൈ റിസ്ക് ആയ ചില കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകളാണ് നമുക്കിത് ഒക്കത്തില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാനൊക്കുന്നത്. പക്ഷേ അല്ലാതെയുള്ള ഒരു 99.9% കേസുകളും ഏത് രീതിയിലുള്ള അസുഖമായാലും ഇപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ കൂടെ, ഈവൻ ക്യാൻസറിനുൾപ്പെടെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ അത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ. ഇപ്പം ഒരു ജനറൽ സർജറി നമ്മൾ കീറി അതിനുശേഷം അതിൽ നിന്ന് പർട്ടിക്കുലർ ടിഷ്യൂവിനെ നമ്മളെടുത്ത് നീക്കം ചെയ്ത് മാറ്റുന്ന, അതിനെ നമ്മളൊരു നിരാകരിക്കുകയല്ല. ചില ആവശ്യങ്ങൾ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ.
പക്ഷേ എന്നാൽ പോലും ആ ഒരു ഓപ്പൺ സർജറിയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയ്ക്ക് ഉള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് നമുക്ക് ഈ അണ്ഡാശയവും അല്ലെങ്കിൽ ഗർഭപാത്രം റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിൽ. ഒന്ന് പ്രധാനമായിട്ടുള്ളത് വിശ്രമ സമയം. ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ സർജറിക്ക് 10 മുതൽ 12 അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള മുറിവുകൾ നമ്മൾ വയറ്റിൽ കാണും. അത് ഉണങ്ങി വരാൻ വളരെയധികം സമയമെടുക്കും. ഒരു പേഷ്യൻറ്റ് ശസ്ത്രക്രിയ ഓപ്പൺ സർജറി വഴി ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇവയെല്ലാം ഓപ്പൺ സർജറിയിൽ താക്കോൽദാര ശസ്ത്രക്രിയ അപേക്ഷിച്ച് കൂടുതലാണ്. താക്കോൽ സർജറി ഇവയെല്ലാം പൊതുവെ കുറവാണ്. നമ്മൾ താക്കോൽദാര ശസ്ത്രക്രിയയിൽ ലാപ്രോസ്കോപ്പി വെച്ച് ചെയ്യുമ്പോൾ വളരെ ചെറിയ മുറിവുകളാണ് ഇടുന്നത്. അതുവഴി നമ്മൾ ഉപകരണങ്ങൾ കടത്തിവിട്ട് ഒരു ടെലിസ്കോപ്പിൻ്റെ സഹായത്തോടെ സ്ക്രീനിൽ കണ്ടാണ് ശസ്ത്രക്രിയകൾ ചെയ്യുന്നത്. പിന്നെ എത്ര വലിയ ശസ്ത്രക്രിയയും താക്കോൽദ്വാരം വഴി നമുക്ക് ഈ കാലത്ത് ചെയ്യാൻ നോക്കും. പിന്നെ നമുക്ക് ഇക്കാലത്ത് അറിയാവുന്ന വീട്ടിൽ നമ്മുടെ കൂടെ ജോലിക്ക് നിൽക്കാൻ തന്നെ ആളിനെ കിട്ടാത്ത സമയമാണ്. അല്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്കൊരാളെ വിളിക്കാനോ അല്ലെങ്കിൽ ഹെൽപ്പിന് നിർത്താനോ ഇപ്പം വീട്ടിൽ കുടുംബത്തിൽ ആളുകളില്ല. പിന്നെ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഓപ്പൺ സർജറിക്ക് പോകുമ്പോൾ നമ്മുടെ 3 മാസത്തോളം നമുക്ക് അമിതമായ റെസ്റ്റ് എടുക്കേണ്ടി വരും. ജോലി അതുതന്നെ ജോലിയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം. നമുക്ക് ഭാര്യ ശസ്ത്രക്രിയക്ക് പോകുമ്പോൾ ഭർത്താവ് കൂട്ടി നിൽക്കേണ്ടി വരുന്നു, മക്കൾ ജോലിയിൽ നിന്ന് സ്കൂളിൽ പോകാതെ നിൽക്കുന്നു, മക്കൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന മക്കളാണെങ്കിൽ അവധിയെടുത്ത് നിൽക്കുന്നു. ആ അവധി കാരണം ഓഫീസുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കാൻ തന്നെ ആൾക്കാരെ കിട്ടാത്ത ആവശ്യത്തിന് ആൾ വേണ്ടി. താക്കോൽദാര ശസ്ത്രക്രിയ കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഒരു 90% പേഷ്യൻസിനും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ഒക്കും. അവർക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി നോർമലാവും. പിന്നെ ഒരു ജോലിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുതൽ 30 ദിവസത്തിനുള്ളിൽ 99% പേഷ്യൻസിനും സ്വന്തം ജോലിയിലേക്ക് തിരിച്ചു പോകാം. ബാക്കി 1 മാസം കഴിയുമ്പോൾ സമ്പൂർണ്ണമായും നോർമലാവും അവർ. ഓപ്പൺ സർജറിയിലാണെങ്കിൽ 3 മാസത്തോളം അവർക്ക് ഭാരം എടുക്കാനൊക്കത്തില്ല, ബാക്കിയുള്ള ജോലികൾ ചെയ്യാനൊക്കത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നല്ലപോലെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മുറിവുകൾ ഉണങ്ങി എത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. പിന്നെ ചില ഇതിൻ്റെ മുറിവുകൾ വലുതാകും തോറും മുറിവുകൾക്കുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം നമ്മുടെ കൊഴുപ്പ് അമിതവണ്ണമുള്ള സ്ത്രീകളാണെങ്കിൽ എല്ലാ സ്ത്രീകളുടെയും അടിവയറ്റിൽ നല്ല ഫാറ്റ് ഡെപ്പോസിഷൻ ഉള്ളതാണ്. അപ്പോൾ അമിതവണ്ണമുള്ള സ്ത്രീകളാണെങ്കിൽ വൂണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്രമാത്രം കെയർ ചെയ്താലും ആര് കെയർ ചെയ്താലും വൂണ്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. ലാപ്രോസ്കോപ്പിയിലാണെങ്കിൽ അത് വളരെ വളരെ മിനിമലാണ്. കാര്യം ചെറിയ മുറിവുകളാണ്, അത് പെട്ടെന്ന് ഉണങ്ങി മാറും. മിനിമൽ ഇൻവേസീവ് സർജറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മിനിമൽ ഇൻവേസീവ് സർജറി, മിനിമൽ ആക്സസ് സർജറി എന്ന് ലാപ്രോസ്കോപ്പി പറയാറുണ്ട്. ഈ മിനിമൽ ആക്സസ് പറയുമ്പോൾ അപ്പം ഗർഭാശയ മുഴകളെക്കുറിച്ച് ചിലപ്പോൾ പേപ്പറിലൊക്കെ വരാറുണ്ട്, ഇത്ര വെയിറ്റ് ഉള്ള മുഴ നീക്കം ചെയ്തു അടിവയറ്റിൽ നിന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ സർജറി വഴി ചെയ്യുകയാണെങ്കിൽ മുഴുവനായിട്ട് സർജൻ്റെ കൈ കടത്തിയിട്ടല്ലേ നമുക്ക് ഈ മുഴ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓപ്പൺ സർജറി ചെയ്യുന്ന സമയത്ത് സർജൻ്റെ കൈ പൂർണ്ണമായും പേഷ്യൻ്റെ വയറ്റിനുള്ളിൽ പോയി, പിന്നെ അസിസ്റ്റൻറ്റിൻ്റെ കൈ ഉള്ളിൽ പോയി നമുക്കത് നീക്കം ചെയ്യാനൊക്കത്തുള്ളൂ. ലാപ്രോസ്കോപ്പിയിലാണെങ്കിൽ ഇതേ സെയിം തന്നെ നമുക്ക് കുറച്ചും കൂടെ ടി വിയുടെ മോണിറ്ററിൽ കൂടെ അസിസ്റ്റൻ്റ് ചെയ്യുന്ന ഡോക്ടറോ അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സോ എല്ലാം മയക്കം തരുന്ന അനസ്തറ്റിസ്റ്റോ എല്ലാം നമ്മൾ ചെയ്യുന്ന സർജറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് അവർ നമുക്ക് എന്ത് സജഷൻസ് നമുക്ക് തരാം. പിന്നെ നമുക്ക് ഏത് വലിപ്പമുള്ള അവയവങ്ങളായാലും ഇക്കാലത്ത് ലാപ്രോസ്കോപ്പിയിലൂടെ നീക്കം ചെയ്യാൻ നോക്കും. പക്ഷേ ചില അവസരങ്ങളിൽ വളരെയധികം ഒട്ടിപ്പിടുത്തം, വളരെയധികം ചില പ്രശ്നങ്ങളുള്ള പേഷ്യൻ്റാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലാപ്രോസ്കോപ്പി സർജറി കൺവേർട്ട് ചെയ്ത് ഓപ്പൺ സർജറി ആക്കി മാറ്റേണ്ടി വരും. അതായത് ഈ കൈയുടെ ബലം ഒരിക്കലും നമുക്ക് ചെറിയ ഇൻസ്ട്രുമെൻറ്റിന് കിട്ടത്തില്ല. പക്ഷേ അത് ഇക്കാലത്ത് അത് വളരെ വളരെ ചെറിയ 99.9% തന്നെ പറയാം ഇപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്ത് സർജറി ചെയ്ത് തീർക്കാൻ നോക്കും. പിന്നെ ചില നമുക്ക് പറയാനൊക്കത്തില്ല. അത് ആ പേഷ്യൻറ്റിന് ഓപ്പൺ സർജറി ചെയ്താലും ലാപ്രോസ്കോപ്പി ചെയ്താലും ഡിഫിക്കൽട്ട് സർജറി ഈസ് ഓൾവേസ് എ ഡിഫിക്കൽട്ട് സർജറി. പക്ഷേ ഇന്നും പലപ്പോഴും പേഷ്യൻസ് ലാപ്രോസ്കോപ്പിക് സർജറിയോട് ചെറിയൊരു വിമുഖത കാണിക്കുന്നത് എന്താ? അതിൻ്റെ കോസ്റ്റ് കൂടുതലായതുകൊണ്ടാണോ? ഒന്ന്, അതിനെപ്പറ്റി പൂർണ്ണമായും ആൾക്കാർക്ക് അറിവില്ലായ്മയാണ്. പലരുടെയും ഒരു അന്ധവിശ്വാസമുണ്ട്, ചെറിയ ഹോളിലല്ലേ സർജറി ചെയ്യുന്നത്, അത് കാരണം പൂർണ്ണമായും അവയവങ്ങൾ നീക്കം ചെയ്യാൻ ഒക്കുമോ, കുറച്ച് ബാക്കിയിരിക്കുമോ. നമ്മൾ ഒരിക്കൽ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയ്ക്ക് പോയിട്ടുള്ള രോഗികളാണെങ്കിൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും എന്തായാലും അവർ വീണ്ടും ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയ്ക്ക് പകരം അതിൻ്റെ ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും അതേ അവർ ചോദിച്ചു മേടിക്കാറുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇത് ചെയ്താൽ എനിക്കൊന്നും അത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടാകും.
പേഷ്യൻ്റെ പ്രധാനമായ സംശയം പൂർണ്ണമായും സാധനങ്ങൾ നീക്കം ചെയ്യാൻ ഒക്കുമോ? 100% നമുക്ക് പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഒക്കും. ഒരു പൂർണ്ണമായി എന്തെങ്കിലും നീക്കം ചെയ്യാൻ ഒക്കെ ഡിഫിക്കൽട്ടി ഉണ്ട്, അത് ഓപ്പൺ സർജറിയും പൂർണ്ണമായി നീക്കം ചെയ്യാൻ ഒക്കാത്ത കാര്യമായിരിക്കും. ഇത് ആശുപത്രികളുടെ ഭാഗത്തു നിന്ന് ഇതിലേക്ക് മാക്സിമം പേഷ്യൻസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിലെ ഒരു ഫൈനാൻഷ്യൽ ഫാക്ടറാണോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ മീഡിയ ആൾക്കാരാണെങ്കിലും ഒക്കെ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് അങ്ങനെയാണ്. ഹോസ്പിറ്റലുകൾ അതിനുവേണ്ടി അങ്ങ് ഹോസ്പിറ്റൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയും കൂടെ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ നിങ്ങൾ നേരിടുന്നുണ്ടോ? ഈ കോസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ഹോസ്പിറ്റലിൽ അവർ അടയ്ക്കുന്ന പൈസ എല്ലാം ഡോക്ടറും ഹോസ്പിറ്റലിലും കൊണ്ടുപോകാമെന്നാണ്. അത് ആക്ച്വലി അതല്ല സത്യം. ഈ ഇൻസ്ട്രുമെൻസിൻ്റെ കോസ്റ്റ് ഹോസ്പിറ്റലിന് വേണ്ടി ഇപ്പോൾ ഇവൻ കറണ്ട് ബില്ല് തന്നെ എല്ലാ ഹോസ്പിറ്റലിലും ലക്ഷങ്ങളുടെ മണ്ടയ്ക്കാണ് പോകുന്നത്. കാരണം പുതിയ ഗവൺമെൻറ് ചാർജ് കൂട്ടിയപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടിലുണ്ട്. വാട്ടർ ബില്ല്, ബാക്കി എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ്, മരുന്നുകളുടെ വില, മെഡിക്കൽ എക്യുപ്മെൻസിന് ഭയങ്കര വിലയാണ്. അത് ആർക്കും അറിയാത്ത സത്യങ്ങളാണ്, ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും മേടിക്കും, എല്ലാ പൈസയും ഡോക്ടറുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നെ ഈ സാധനം നമ്മുടെ നാട്ടിലൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ പല മെഡിക്കൽ ഇൻസ്ട്രുമെൻസിനും സർവീസ് ഇല്ല എന്നുള്ളതാണ്. ഒരു ഡോക്ടറിൽ ഒരു ഹോസ്പിറ്റൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് മേടിച്ച് വെച്ചാൽ 1 വർഷമാണ് വാറണ്ടി വരും. 1 വർഷം കഴിഞ്ഞ് മെഷീന് പ്രോബ്ലം തരുമ്പോൾ അവർ പറയും, അയ്യോ ഡോക്ടറെ, അല്ല അയ്യോ സാറേ, ഈ മെഷീൻ ഇനിയിപ്പോൾ മാർക്കറ്റിലില്ല, മൊബൈൽ വാങ്ങിക്കുന്ന പോലെ തന്നെ അതെ ഞങ്ങൾ ബൈബാക്ക് ആയിട്ട് പുതിയത് തരാം. 15 ലക്ഷം 20 ലക്ഷം രൂപ മുടക്കി മേടിച്ച മെഷീൻ അത് ആകെപ്പാടെ അതിൻ്റെ പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അവസാനം വീണ്ടും ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം രൂപയാണ് കൊടുത്ത് പുതിയ മെഷീൻ ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആ രീതി നോക്കുമ്പോൾ ലാപ്രോസ്കോപ്പി സർജറിയിൽ എക്യുപ്മെൻറ്റ്സ് കോസ്റ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ട്, പക്ഷേ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഇതിലും അതിൻ്റെ കംഫർട്ട് ആലോചിക്കുക. നമ്മൾ വീട്ടിലൊരാളെ ജോലിക്ക് പിടിച്ച് നിർത്തി 3 മാസം നമ്മളെ നോക്കാനാണ് എന്തായാലും മാസം 10,000 രൂപ വെച്ച് കൊടുക്കാതെ ആരെങ്കിലും നിൽക്കുമോ? പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗർഭാശയ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സർജറി ചെയ്താലും ഒരു 3 മാസത്തോളം വിശ്രമം വേണമെന്നുള്ളത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പരക്കെ പലരും പറയുന്നൊരു കാര്യം. അതിൽ വാസ്തവമുണ്ടോ? അതിനകത്ത് യാതൊരുവിധ വാസ്തവുമില്ല. ഈ 3 മാസം റെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വയറ് തുറന്ന് ശസ്ത്രക്രിയ ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ച് തയ്ച്ചു വെക്കുമ്പം ഹെർണിയ വരാതിരിക്കുന്ന ഒരു ആവരണമുണ്ട് ശരീരത്ത്. അതിൻ്റെ ബലം അതിന് തിരിച്ച് കിട്ടാനുള്ള സമയമാണ്. അതും വേണ്ടിയാണ്. അകത്തുള്ള മുറിവുകൾ എങ്ങനെ പോയാലും ആ ഒരു മാസം മുതൽ 6 ആഴ്ചക്കുള്ളിൽ പൂർണ്ണമായും ഉണങ്ങിയിരിക്കും. ലാപ്രോസ്കോപ്പി ആയാലും ഓപ്പൺ സർജറി ആയാലും അകത്തുള്ള മുറിവുകൾ. പക്ഷേ തൊലിയിലെ മുറിവാണ് ഓപ്പൺ സർജറിയിൽ ഉണങ്ങാൻ താമസം എടുക്കുന്നുണ്ട്. ഈ 3 മാസത്തെ പഴയ ഒരു സിസ്റ്റം വന്നത്. പക്ഷേ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയയിൽ അതിൻ്റെ ആവശ്യമില്ല. എത്ര മേജർ ശസ്ത്രക്രിയ ചെയ്താലും രോഗിക്ക് സമ്പൂർണ്ണ ആരോഗ്യവാനായി 6 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പോകാൻ ഒക്കുമെന്നാണ്. ഓക്കെ, ഒരു 1.5 മാസത്തെ കാര്യം. പക്ഷേ ഈ അങ്ങനെയാണെങ്കിൽ ലാപ്രോസ്കോപ്പി സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞാൽ ജോലിക്ക് പോകാമെന്ന് പറയുന്നത് വാസ്തവമുണ്ടോ? വാസ്തവമുണ്ട്. ഇപ്പം ഈവൻ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും യൂട്രസ് റിമൂവൽ ഓപ്പറേഷൻ കഴിഞ്ഞ് 3 ദിവസങ്ങൾക്ക് ശേഷം എനിക്കറിയാവുന്നൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ യൂട്രസ് റിമൂവൽ സർജറി കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ ദിവസം അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി സർജറി ചെയ്തത് എനിക്കറിയാം. അവർ സർജറി കഴിഞ്ഞു, പിറ്റേ ദിവസം അവർ മൂന്നാർ പോയി കഴിഞ്ഞാൽ അവർ ഷീസ് ഫ്രം ഗുജറാത്ത്. പുള്ളിക്കാരി ഗുജറാത്തിൽ തിരിച്ചു പറഞ്ഞു. പുള്ളിക്കാരി 3ാമത്തെ 4ാമത്തെ ദിവസം പുള്ളിക്കാരി തിയേറ്ററിൽ കയറി. പക്ഷേ അതുപോലത്തെ ഒരു ഡോക്ടർ ചെയ്യുന്ന പോലെ ആവണമെന്നല്ലോ സാധാരണ ചെയ്യുന്നത്. വെയിറ്റ് എടുക്കുന്ന കാര്യങ്ങളും ഡോക്ടർ ഒരു വീട്ടമ്മേനാണല്ലോ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ എന്തുമാത്രം അറിയാം. ഒത്തിരി അബദ്ധധാരണകളുണ്ട് നമ്മുടെ ചികിത്സാ രംഗത്ത്. പലരും നമ്മളൊരു ഡോക്ടർ പറയുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത് വേറെ ഒരാൾ പറയുന്നത്, ഒരു നോൺ മെഡിക്കോസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒത്തിരി അബദ്ധധാരകൾ കഥകൾ ഇങ്ങനെ പലരും പറയും സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറിനകത്ത് നിറച്ച് ഗ്യാസ് അതാണ് നിറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ലാപ്രോസ്കോപ്പി ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ വയറിനുള്ളിൽ നിറയ്ക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസാണ്. നോർമലി തന്നെ നമ്മുടെ ശരീരത്തുള്ളതാണ്. അത് കുറച്ച് കഴിയുമ്പം ഒരു വിത്തിൻ 12 അവേഴ്സിനുള്ളിൽ അബ്സോർബ് ചെയ്ത് അത് പോകും. അത് നമ്മുടെ ശാസ്ത്രത്തിൽ കൂടെ വെളി വന്നിരിക്കും. പിന്നെ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണത്തില്ല. ജോലിക്ക് തിരിച്ചു പോകാന്നുള്ളത് സമ്പൂർണ്ണമായും 6 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു യൂട്രസ് റിമൂവൽ ചെയ്ത പേഷ്യൻ്റ് 1 മാസം കഴിയുമ്പോൾ ജോലിക്ക് പോകാം. 6 ആഴ്ച കഴിഞ്ഞിട്ട് നോർമൽ കാര്യങ്ങൾ ഹസ്ബൻഡുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 6 ആഴ്ച കഴിയുമ്പോൾ നോർമലി തിരിച്ചു വരാനൊക്കും. ഏതൊരു ഓപ്പറേഷൻ നമ്മൾ തയ്യാറെടുക്കുമ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ്, ഒരു ഇടവേള നമുക്ക് ആവശ്യമാണ്. തിരിച്ചെത്തിയതിനു ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ച് ചെയ്യുന്ന ഒരു ചെറിയ ബ്രേക്ക്. അതേപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലും വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് ബ്രേക്ക്, ബട്ട് യു ഷുഡ് കം ബാക്ക് വെരി ഫാസ്റ്റ്.